രാഷ്ട്രീയത്തിൽ ഒരു റിട്ടയർമെൻറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം വേണം എന്ന് തോന്നുന്നുണ്ടോ? രാഷ്ട്രീയത്തിൽ റിട്ടയർമെൻ്റ് ഉണ്ടല്ലോ. അല്ലേ, ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ല എന്ന് തോന്നുന്നുണ്ട്. ഞങ്ങൾ എടുത്തിട്ടുള്ള നിലപാട് 75 വയസ്സായാൽ റിട്ടയർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. 75 വയസ്സായാൽ മറ്റ് ചുമതലകളിൽ നിന്ന് ആ ആളെ ഒഴിവാക്കുകയാണ് സാധാരണ നിലക്ക്. അങ്ങനെ ഒഴിവാക്കപ്പെട്ട ധാരാളം ആളുകൾ ഞങ്ങളുടെ പാർട്ടിക്കകത്തുണ്ട്, നല്ല പ്രാപ്തരും കഴിവുറ്റവരുമായിട്ടുള്ള ആൾക്കാർ. പക്ഷേ വല്ലാതെ പ്രായം കൂടിയിട്ടും കാര്യങ്ങൾ ചുമതല വഹിച്ച് പോകേണ്ടതില്ല എന്നൊരു പൊതു നിലപാടിലാണ് പാർട്ടി എത്തിയിരുന്നത്. അതാ നിലപാട് ഇപ്പം തന്നെയുണ്ട്. ഒരു പൊതുവേ എല്ലാവരും അംഗീകരിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ. അപ്പോൾ ഇപ്പം താങ്കളിപ്പോൾ ഈ പ്രായത്തിലും ഒരു ലീഡറായിട്ട് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ അത് താങ്കൾ പറഞ്ഞല്ലോ, ഇപ്പോൾ ഈ പ്രായമായിട്ടും ലീഡറായിട്ട് നേരിടേണ്ടി വരുന്ന ഒരു ചുമതല പാർട്ടി നൽകുമ്പോൾ ആ ഒരു സ്ഥാനത്തേക്ക് മറ്റൊരാളെ കാണാൻ പറ്റാത്തതുകൊണ്ടാണോ അതൊരു പോരായ്മയാണോ? അത് മറ്റൊരാൾക്ക് ആ ഒരു സ്ഥാനത്തേക്ക് വരാൻ പറ്റാത്തതിൻ്റെ ഒരു പോരായ്മയായിട്ട് തോന്നുന്നുണ്ടോ? എല്ലാ വശങ്ങളും പരിശോധിച്ചാണല്ലോ പാർട്ടി ഒരു വിലയിരുത്തൽ നടത്തുക. പാർട്ടി ഒരു വിലയിരുത്തൽ നടത്തി അതിൻ്റെ ഭാഗമായി കാര്യങ്ങൾ തീരുമാനിച്ചാൽ ആ തീരുമാനം അനുസരിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഓരോരുത്തരും സ്വീകരിക്കുന്ന നിലപാട്. ഇപ്പോൾ സാധാരണഗതിയിൽ 75 വയസ്സായാൽ റിട്ടയർ ചെയ്യുക എന്നുള്ള നില എല്ലാവരും സ്വീകരിക്കുന്നതാണ്. അതിനോടൊരു വൈമുഖ്യവും ആരും പ്രകടിപ്പിക്കില്ല. പക്ഷേ പ്രത്യേക സാഹചര്യം വരുന്നു, അത് തുടരേണ്ടതാണ് എന്ന് പറയുമ്പോൾ അതും അംഗീകരിച്ച് പോകുന്ന നിലയാണ് ഞങ്ങൾ സ്വീകരിക്കുക. അതിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. ഞാൻ ഒരു ചോദ്യം ചോദിക്കാം. കഴിഞ്ഞ പല ഇൻ്റർവ്യൂകളിൽ എല്ലാവരും ചോദിച്ചു, LDF 3ാം തവണയും ഭരിക്കുകയാണെങ്കിൽ താങ്കൾ മുഖ്യമന്ത്രിയാവുമോ എന്ന് ചോദിച്ചു. അങ്ങനെ താങ്കൾ പറഞ്ഞു അത് പാർട്ടിയാണ് തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞു. എല്ലാത്തിലും അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, താങ്കൾ മുഖ്യമന്ത്രി ആവുകയാണെങ്കിൽ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് പ്രതിപക്ഷ നേതാവായിട്ട് ആര് വരണമെന്നാണ് ആഗ്രഹം? അല്ല, ഇതൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലല്ലല്ലോ കാര്യങ്ങൾ വരിക. ഇപ്പോൾ ഈ കഴിഞ്ഞ തവണ മുഖ്യമന്ത്രി സ്ഥാനം ഞാൻ വഹിക്കുമ്പോൾ അന്ന് രമേശ് ചെന്നിത്തലയായിരുന്നു പ്രതിപക്ഷ നേതാവ്. 2021 തെരഞ്ഞെടുപ്പിൽ രമേശ് ചെന്നിത്തല തന്നെയാണ് നല്ല നിലക്ക് മുൻപന്തിയിൽ നിന്നിരുന്നത്. പക്ഷേ അവരുടെ പാർട്ടി അദ്ദേഹത്തെ അല്ല പ്രതിപക്ഷ നേതാവായി നിശ്ചയിച്ചത്. അത് ഇപ്പോൾ ഉള്ള പ്രതിപക്ഷ നേതാവ് VD സതീശനെയാണ്. അതവർ ഓരോ പാർട്ടിയും തീരുമാനിക്കുന്ന കാര്യമല്ലേ. നമ്മളെ ആഗ്രഹമോ അതൊന്നും അതിലൊരു പ്രശ്നമല്ലല്ലോ. അപ്പോൾ പാർട്ടി തീരുമാനിക്കുന്നു, അതനുസരിച്ച് ആൾ വരുന്നു. അതാണല്ലോ കാണുന്നത്.